ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ചില അനുമോൾ ഫാൻസ്, ഓക്കെ, അത് ഈ ഹാർഡ് കോർ ഫാൻസില്ലേ, ഞാൻ PR അറ്റാക്ക് ഒന്നും പറയില്ല, ചില ഹാർഡ് കോർ അന്തങ്ങളുണ്ട്. അവരുടെ അസഹനീയമായ ചൊറിച്ചിൽ കാരണമാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ചെയ്യുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അനീഷ് ഡിവോഴ്സ് ആവുന്ന ടൈമിലുണ്ടായ ഒരു കേസിൻ്റെ ഒരു FIRൻ്റെ ഒരു കോപ്പി, അത് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി എന്നോട്. ഇന്നലെ അത് കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ആദ്യമേ ഒരു കാര്യം പറയാം, എനിക്ക് ഈ FIRൻ്റെ കോപ്പി കിട്ടുന്നത് ഒക്ടോബർ 20 ഓക്കെ. ഒക്ടോബർ 20 മൺഡേ കിട്ടിയിട്ട് ഞാൻ ഇന്നേ വരെ ഈ FIRനെ കുറിച്ച് മിണ്ടാതിരുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ എന്താ എങ്ങനെയാണെന്നുള്ളൊരു കാര്യവും കാരണം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതെടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അതെടുത്തിട്ട് ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ എതിരിടേണ്ടയോ ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുമ്പ് ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റ്, അതായത് അനുമോൾ അനീഷ് ആ പ്രപ്പോസൽ സീൻ, ഞാൻ വീണ്ടും നിങ്ങളോട് ക്ലിയറായിട്ട് പറയുന്നു, ഒരു 90% എനിക്ക് അനീഷിൻ്റെ ഭാഗത്ത് അയാൾ ജെന്വിൻ ആണെന്നാണ് ഫീൽ ചെയ്തത്. 10% മാത്രമേ ഗെയിമിൻ്റെ ആസ്പെക്റ്റിനെ ഞാൻ വെക്കത്തുള്ളൂ. ഓക്കെ, അല്ലാത്ത ഒരു 90% അയാൾ ഓക്കെ. പക്ഷേ അനുമോളുടെ ഹാർഡ് കോർ അല്ലെങ്കിൽ എന്താ പറയുക PR ഹാർഡ് കോർ അന്തം ഫാൻസിന് ആക്സെപ്റ്റ് ആവുന്നേ ഇല്ല അനുമോളാണ് ഇയാളെ ഈ ട്രാപ്പിൽ കൊണ്ടുപോയി ഇട്ടേന്നുള്ളത്. ഞാൻ അന്നത്തെ ആദിലാനൂറയായിട്ട് അനുമോൾ സംസാരിച്ച വീഡിയോ ഞാൻ ഒന്നും കൂടി പ്ലേ ചെയ്യാം ഫോർ ദ അന്തം ഫാൻസ്. നിങ്ങളിതൊന്നും കൂടി ഒന്ന് കേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഇല്ല, ചുമ്മാ തമാശക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്. ഒരു നിമിഷം പേടിച്ചോ, ഇത് സീരിയസ് ആക്കി എടുത്തെന്ന് വിചാരിച്ചു. പുള്ളിയാ നിനക്ക് അങ്ങനെ തോന്നിയതെന്തോ പറയാൻ പറ്റില്ല, പേടിച്ചു. നിന്നോട് ഞാൻ കുറെ പറയാന്ന്. ഇല്ല, ഞാൻ തമാശക്കാണ് ഈ ചേട്ടനൊക്കെ വിളിക്കുന്നത് വെച്ചാണ്. അല്ല, വന്ന് പറഞ്ഞു, ഞാൻ വിചാരിച്ചു നിന്നോട് എന്തോ വന്ന് പറഞ്ഞു. മനസ്സിലാവൂലേ തമാശക്കാണ് പറഞ്ഞത്? അതൊക്കെ മനസ്സിലായി. അതല്ല നീ പറയാനുണ്ടെന്ന് പറഞ്ഞല്ല എന്നോട്. അപ്പൊ ഞാൻ വിചാരിച്ച് ടോക്ക് ഇതിനൊക്കെ ശേഷം നമ്മള് പറയുന്നത് സീരിയസ് ആക്കി പുള്ളിക്കാരൻ ഇല്ല. പക്ഷെ നീ പറയണ വന്നപ്പോ ഞാൻ വിചാരിച്ചതുകൊണ്ടാണ് ഞങ്ങൾ തമാശക്കുന്നത്. ഒരു രസത്തിന് സമയം പോയി പുള്ളിയും ചിരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് അത്. അപ്പോൾ ഞാനും സൈഡിൽ കൂടെ ഇതിപ്പം നാളെ ആണെങ്കിലും ഞാൻ തമാശക്ക് നിൽക്കും. ഇല്ലല്ല നെഗ് വരുമോ? പിന്നെ തമാശ കാട്ടുണ്ട്. ഒരു പ്രോഗ്രാമിലെ എന്നെ ഞാൻ തമാശക്ക് ഇങ്ങനെ കാണിക്കുമായിരുന്നു. കേട്ടല്ലോ, വാണ്ടഡ്ലി ഒരാളെ വലിച്ചു പിടിച്ച് എന്താ പറയുക, ഇങ്ങനെ സ്കെച്ച് ഇട്ട് ഒരു ഒരു ട്രാപ്പ് ഉണ്ടാക്കി അതിനകത്തേക്ക് കൊണ്ടുപോയി ഇടുക എന്നുണ്ടെങ്കിൽ അത് ഇതാണ്. മനസ്സിലായി? അത് ഞാൻ കൂടുതലായിട്ട് ഇതേപോലെ ഒരു സെപ്പറേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ വെറുതെ. ഇനിയിപ്പോൾ എന്തായാലും അനുമോക്ക് ഹെയ്റ്റാണ്, പിന്നെ ഞാൻ അനുമോക്ക് എതിരെ പറയുന്നു എന്നുള്ളൊരു സാധനം കുറേ ആൾക്കാർ കൊട്ടിപ്പാടി പാണന്മാരോ അതിൽ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഹാർഡ് കോർ അന്തമിസം തലയിൽ വെച്ച് നടന്നുണ്ടല്ലോ, അത് വെച്ച് നമ്മളടുത്ത് ആർഗ്യുമെൻറ്റിനും നമ്മളടുത്ത് ഒരുമാതിരി പേഴ്സണലി കുത്തിപ്പറച്ചിലും പരിപാടിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ റിപ്ലൈ തന്നല്ലേ പറ്റൂ. അത് ഓപ്പറായിട്ടുള്ള ഇങ്ങനത്തെ റിപ്ലൈസ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഈ വീഡിയോ ഏഷ്യാനെറ്റ് തന്നെ അപ്പ് ചെയ്ത വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കുറച്ച് കാര്യം, ഹസ്ബൻഡിനെ എങ്ങനെയാണ് വിളിക്കുക ഇച്ചായ, ഇതേ നോക്കിയെന്നുള്ളത് അനീഷ് പറഞ്ഞ സമയത്ത് അനുമോൾ അവിടെ ഇരുന്ന് ഇതേ നോക്കിയേ. തമാശയാണ്. ഓക്കെ, തമാശയാണ്. ഞാൻ തമാശേനപ്പുറം ഞാൻ പറയുന്നില്ല, തമാശയാണ്. ഇന്നലെ അനുമോള് അനീഷ് പ്രപ്പോസൽ സീന് ലാലേട്ടൻ ചോദിച്ച് ലാലേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞൊരു വർത്താനമുണ്ട്. അയ്യോ, എനിക്ക് ഇനി പുറത്തൊരു കല്യാണാലോചന പോലും വരുമോ സംശയമാണ് എന്ന്. ഒരുപാട് സന്തോഷിച്ചിരിക്കും കേട്ടോ. സന്തോഷമാണെന്നൊന്നും എനിക്കറിയില്ല. ലാലേട്ടൻ പറഞ്ഞ സമയം എടുക്കാനൊക്കെ എന്തിനാ? എനിക്ക് സമയമൊന്നും വേണ്ട, ഒരു നിമിഷം മതി, സെക്കൻഡ് മതി. എനിക്ക് സ്വഭാവം കൂടെ അറിയണം. പക്ഷെ പുള്ളി നല്ല സ്വഭാവം എല്ലാം ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഉള്ളില് നമ്മുടെ ലൈഫ് പാർട്ണർ അല്ലേ, നമുക്ക് അത് നന്നായിട്ടുണ്ട്.
പക്ഷെ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നോക്കണ്ടേ? ഇനി കാട് കയറണ്ട കേട്ടാ. ഭയങ്കര ടെൻഷൻ. മനുഷ്യരെ എന്തെങ്കിലും പ്രതീക്ഷിക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ കേട്ടാ. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആലോചന വരില്ല ഇങ്ങനെയാണെങ്കിൽ. എനിക്കൊരാലോചന പോലും വരില്ല ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ. അയാൾ കൂടുതൽ പ്രതീക്ഷിക്കുമോ എന്നുള്ളൊരു ഒരു പേടി എനിക്കുള്ളൂ. എനിക്ക് ബ്രദർലി സ്നേഹമാണ്. പ്രതീക്ഷ കൊടുത്തതാരാ? പ്രതീക്ഷ വാരിക്കോരി എറിഞ്ഞു കൊടുത്തത് ഏഷ്യാനെറ്റ് തന്നെ കണ്ടന്റ് ആക്കിയിട്ടിട്ടുണ്ട്. കൊടുക്കുന്നു, ഹാർട്ട് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു. അല്ല, ഈ ഭാവിയെക്കുറിച്ചും കല്യാണത്തിനെക്കുറിച്ചും കല്യാണ ആലോചനയെക്കുറിച്ചും ഒക്കെ ഇത്ര കൂലങ്കഷമായി ചിന്തിക്കുന്ന, പുറത്തെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന അനുമോൾ ഇത് ഫണ്ണാണ് അനുമോൾക്ക്. ഓക്കെ, ഇത് ഫണ്ണായിട്ടാണ് അനുമോൾക്ക്. അല്ല, ഇത്രയൊക്കെ ചിന്തിക്കുന്ന അനുമോൾ അവിടെ ഇരുന്ന് ഫ്ലൈയിങ് കേസ് കൊടുക്കലോ ഹാർട്ട് കാണിക്കലോ അത് ഫണ്ണായിട്ടായിരിക്കും അല്ലേ? ഒരാളുടെ ഇമോഷനെ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഗിമിക്കുകൾ, അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ എക്സിക്യൂഷൻ, ഈ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് അയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് വന്നിട്ട് കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഇമാതിരി ഡയലോഗ്, അതും ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് ഫ്രണ്ടിതും ലാലേട്ടൻ പോയി കഴിഞ്ഞ ശേഷം ബ്രദറിനും, എന്നിട്ട് കല്യാണാലോചന വരുമോ എന്നുള്ള പേടിയാണത്. ഇത്രയും ബിൽഡപ്പും ഇത്രയും മാനിപ്പുലേഷൻസും ഇതിനകത്ത് ചെയ്ത് വെച്ച നിങ്ങളുടെ സ്വന്തം അനുമോൾ തന്നെയല്ലേ ഇത് ചെയ്തേ? അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നുമില്ലല്ലോ, അജ്മൽ പറഞ്ഞ പോലെ. അനുമോൾ ഇൻ്റലിജൻസ് ആണോ ഇത്? അല്ല, ഞങ്ങൾക്കറിയില്ല. ബിഗ് ബോസിനകത്ത് ഞങ്ങളുടെ സീസണിലൊന്നും ഈ AI ഉണ്ടായിരുന്നില്ല. ഇപ്പം അനുമോൾ ഉള്ളപ്പോൾ മാത്രം വരുന്നൊരു അനുമോൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സാധനം ഇറക്കിയോ എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. ഇങ്ങനത്തെ ബിൽഡപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും ബിൽഡപ്പിൻ്റെ സാധനങ്ങൾ ഞാൻ ഇട്ട് തരാം. അതിന് മുമ്പ് നമുക്ക് അനീഷിൻ്റെ FIRൻ്റെ സ്ഥാനത്തേക്ക് പോയി നോക്കട്ടെ. ഇത് 2019 ഈ കല്യാണ ബന്ധം വേർപ്പെടുത്തുമ്പോൾ കൊടുത്തിട്ടുള്ള ഒരു FIR ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. 1ഉം 4ഉം കൂടിയ പ്രതികൾ. 1-ാം പ്രതി ക്രിസ്ത്യൻ മതാചാരപ്രകാരം 17/2/19 തീയതി അവലാധികാരിയെ വിവാഹം കഴിച്ച് കാടന്നൂരിലുള്ള പ്രതിയുടെ വീട്ടിൽ താമസിപ്പിച്ച് വരെ 22/2/2019 തീയതി മുതൽ 15/10/2020 തീയതി വരെ അവലാധികാരി സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് അവലാധികാരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വിവാഹം ചെയ്ത ശേഷം അവലാധികാരിക്ക് ലഭിക്കേണ്ടതായ സ്നേഹത്തോടെയുള്ള ദാമ്പത്യ ബന്ധം പുലർത്തി ക്കാതെയും 1 മുതൽ 4ഉം കൂടിയ പ്രതികൾ അസഭ്യം പറഞ്ഞും മറ്റും ഒത്തൊരുമിച്ചും ഉത്സാഹികളായി വർത്തിച്ച കാര്യം. ഓക്കെ, വല്ലാത്ത മലയാളി. ഇവിടെ നോർമൽ മലയാളം തന്നെ വായിക്കാൻ പാടാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു FIR ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ FIR കണ്ട സമയത്ത് തന്നെ ഞാൻ സാധാരണ ഇന്ത്യയിൽ ഒരു FIR കിട്ടിക്കഴിഞ്ഞാൽ അത് കുറേ കൊല്ലം മുന്നത്തെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് ഉണ്ടോയെന്ന് ഞാൻ നോക്കാറുണ്ട്. ഓക്കെ, റീസെൻ്റ്ലി ഉള്ള FIRകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അത് കഴിയില്ല. കേസ് സ്റ്റിൽ ഗോയിങ് ഓൺ ആയിരിക്കും. അപ്പോൾ FIR കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കും വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്രൊസീഡിങ്സ് ഓൺ ദ FIR എന്നുള്ളത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൗണ്ടർ ചെയ്യാം, കോഷ് ചെയ്യാൻ കൊടുക്കാം, എന്തും ചെയ്യാം. എല്ലാവരും FIR ഡീറ്റെയിൽസ് മാത്രം ഇട്ടത്. ഓക്കെ, സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ഗാർഹികമായിട്ടുള്ള പീഡനവും ബാക്കി പരിപാടികളും അനീഷിൻ്റെ ഫാമിലിയും കൂടി നടത്തി എന്നുള്ള പേരിൽ അനീഷിൻ്റെ വൈഫായിട്ട് ഉണ്ടായിരുന്ന ലേഡി കൊണ്ടുപോയി കൊടുത്ത, എനിക്കൊന്ന് ഡിവോഴ്സിന് മുന്നേ ഇങ്ങനത്തെ ഒരു യൂഷ്വൽ സാധനം ഇറങ്ങാറുണ്ട് പൊതുവെ, ആ ഒരു ഐറ്റമായിട്ടാണ് കിട്ടിയത്. എന്നാൽ ഞാനിവിടെ വേറെ സ്ക്രീൻഷോട്ട് വയ്ക്കാം. അനീഷ് TA വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇത് ഫൈനൽ ഓർഡറാണ്. ഹൈക്കോർട്ടിൽ നിന്ന് വന്ന ഫൈനൽ വേർഡിക്റ്റാണ്. ജഡ്ജിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. കേസിൻ്റെ സ്റ്റേറ്റസ് ഡിസ്പോസ്ഡ് ആണ് ഓൺ 4th May 2021. 19 കൊടുത്ത കേസ് 2021 ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ബാക്കി നമ്പറും സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഹൈക്കോർട്ട് ഓർഡർ ക്വാഷസ് ക്രിമിനൽ പ്രൊസീഡിങ്സ് ഫോർ കറൻ്റ്ലി അണ്ടർ സെക്ഷൻ 498A IPC against 4 petitioners including family members after the de facto complaint filed an affidavit confirming settlement of all disputes. The court exercised its inherent power sitting Supreme Court proceedings for quashing cases where matrimonial dispute have been amicably resolved, thus providing relief to the accused. അതായത് ഇവർക്കെതിരെയുള്ള എല്ലാ പരിപാടികളും തീർത്തു എന്നുള്ളത് അവർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫൈൻ. അപ്പം മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഫൈൻ. അപ്പം അങ്ങനത്തെ ഒരു കേസായിട്ട് ഈ കേസ് നിൽക്കുന്ന സമയത്ത്, ഒരു സെക്കൻഡ് കേട്ടോ, കേസ് ഞാനൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ജസ്റ്റ് ഓർഡർ ചെയ്ത ഇടയിലാണ് വീഡിയോ എടുത്തത്. അപ്പോൾ വേറൊരു വണ്ടി വന്നപ്പോൾ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ക്വാഷ് ചെയ്ത കേസാണ്, മനസ്സിലായി. അവർ സെറ്റിൽമെൻറ്റായി പരിപാടികൾ തീർത്ത് അവരുടെ
എല്ലാ പണിയും തീർത്ത് സെറ്റിലായ ഒരു കേസിൻ്റെ മുകളിലാണ് ആ ഒരു FIR ഉള്ളത്. അപ്പോൾ ആ FIRൻ്റെ ഫർദർ ബാക്കി എന്ത് എന്നുള്ളത് ആരും ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനത്തിന് മുകളിൽ പലരുടെ തമ്മിലും ഞാൻ കണ്ടത് ഭാര്യ വരുന്നു, മുൻ ഭാര്യ രംഗത്ത്, തീർന്നു പോയൊരു ഐറ്റമാണ്. പിന്നെ പലരും ഈ ഡിവോഴ്സിൻ്റെ സമയത്തൊക്കെ കേസ് കൊടുക്കുന്ന സമയത്ത് പല രീതിയിലുള്ള മാനിപ്പുലേറ്റീവായുള്ള സാധനങ്ങളൊക്കെ ഇടാറുണ്ട്. ചിലതൊക്കെ വളരെ ജെന്യൂൻ ആയിട്ടായിരിക്കും, ചിലതൊക്കെ കുറേ വക്കീൽ പറഞ്ഞിടത്ത പരിപാടികളായിരിക്കും. എന്താണെങ്കിലും അനീഷിന് നേരെ അങ്ങനെ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ അതിന് ഇങ്ങനെ ഒരു ഐറ്റം കൂടി ഉണ്ട്, അത് തീർന്നു പോയൊരു ഐറ്റമെന്നും കൂടി ചില അനുമോൾ ഫാൻസ് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതും കൂടി നിങ്ങൾ പൊതുജനത്തിനോട് പറയുക. ഓക്കെ, ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം. അതായത് ഈ അനുമോളുടെ അടുത്ത് ഷാനവാസ് വെറുതെ തമാശയ്ക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ഈ അനീഷിന് ഈ പ്രേമ സെറ്റപ്പ് ഇതൊക്കെ പറയുന്നതിന് മുന്നേ. അത് വീട്ടിലെല്ലാവർക്കും ഇതൊരു തമാശ ലൈനായിരുന്നല്ലോ. ആ ടൈമിൽ അനുമോൾ ഈ അനീഷ് പ്രേമം പറഞ്ഞു അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തു എന്നുള്ള സംഗതി ഫേക്ക് അടിച്ച് പറയുന്നതാണ് ആരോട്? ഷാനവാസിനോട്. ഈ പുതപ്പ് പൊക്കി, അനുമോൾക്കൊക്കെ പുതപ്പിൻ്റെ അവിടെയാണല്ലോ, പുതപ്പ് പൊക്കി നോക്കിയിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ചെങ്ങായിക്ക് ഇതിപ്പോൾ കട്ട്സ് കാണുന്ന ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഇതേപോലുള്ളൊരു വീഡിയോ കാണുന്ന ആൾക്ക് ഇത് തമാശയാണോ അല്ലെങ്കിൽ ഇത് സീരിയസ് ആണോ എന്നൊന്നും ഒരാൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഇയാൾക്കപ്പോൾ പുറത്തൊരു ജീവിതം ഉണ്ടെന്നും ഈ അനുമോൾ വിചാരിച്ച പോലെ അയ്യോ എനിക്ക് പുറത്തൊരു ജീവിതം, എനിക്കൊരു കല്യാണ ആലോചന, ഇതേപോലെ അനീഷ് വിചാരിക്കില്ലേ? വിചാരിച്ചുകൂടെ അനീഷിന്? ഈ അനീഷിനോട് ഇഷ്ടമുള്ളവർക്കും അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയോട് താല്പര്യമുള്ളവർക്കും അവന് വിചാരിച്ചുകൂടെ? തെറ്റിദ്ധരിക്കപ്പെട്ടാൽ അനീഷ് പുറത്തിറങ്ങുന്ന സമയത്ത് ഈയല്ലടാ അനുമോളുടെ മറ്റേ പുതപ്പ് പൊക്കി നോക്കിയെന്നൊക്കെയുള്ള ഡയലോഗ് അനീഷ് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്താ പറയുക, അനുമോള് ചെയ്യണോണ്ട് കുഴപ്പമില്ല, അനുമോൾക്ക് ഇങ്ങനത്തെ കുൽസിത പരിപാടികളൊക്കെ പറഞ്ഞും ചെയ്തു അവിടെ വയ്ക്കാം. ബാക്കി ആരെങ്കിലും ജെന്യൂനായിട്ട് എന്തെങ്കിലും ഒരു സാധനം പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അനുമോക്കും അനുമോളുടെ ഫാൻസിനും, എല്ലാവരെയും പറയുന്നില്ല, ചിലർക്കൊക്കെ അത് ഭയങ്കര പൊള്ളലാണ്. എന്നാൽ ലാലേട്ടൻ വളരെ കൃത്യമായി ചോദിക്കുമ്പോൾ ഒരു കൃത്യമായ ഉത്തരം കൊടുക്കാൻ ഈ പെണ്ണിനെ കൊണ്ട് പറ്റണമില്ല. പക്ഷെ എന്ത് പറയാനാണ് പോയത്? പറയാൻ പോയത് ചേട്ടാ ഇങ്ങനെ ഇഷ്ടമില്ലെന്ന് പറയത്തില്ല, കാരണം നമുക്ക് എല്ലാവർക്കും ചേട്ടന് ഇഷ്ടമാണ്. ചേട്ടന്റെ ക്യാരക്ടേഴ്സ് നോക്കണമെങ്കിൽ നിങ്ങൾ, എനിക്ക് പുള്ളിയെടുത്ത് സ്നേഹമുണ്ട്, പക്ഷെ അത് ഒരു എന്താ പറയണ്ടേ, സമയമൊന്നുമല്ല അല്ല ലാലേട്ടാ. ഞാൻ അങ്ങനെ ചേട്ടനെ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. അതാണ് ലാലേട്ടാ, പുള്ളിയെടുത്ത് നിറച്ച് സ്നേഹമുണ്ട്. ഉപരി എനിക്ക് കല്യാണം കഴിക്കാനുള്ള ആ ഒരു സ്നേഹം അല്ലാതെ ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള എപ്പടി വീണ്ടും ലാലേട്ടൻ ചോദിക്കുമ്പോഴും ഫ്രണ്ടാ എന്ത് ഫ്രണ്ട്? ബ്രദർ എന്നുള്ളത് പറഞ്ഞാൽ പോരെ, കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഹോപ്പാണ്. ഇപ്പം ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. സ്നേഹം ആദ്യം പോയി ഞാൻ പറഞ്ഞ സമയത്ത് സ്നേഹനോട് ഫ്രണ്ടായിട്ടിരിക്കാം. ദർ ഇസ് എ ഹോപ്പ്. ഫ്രണ്ട് മീൻസ് ദർ ഇസ് എ ഹോപ്പ്. ബ്രദർ എന്ന് പറഞ്ഞാൽ തീർന്നു, എന്നെ സഹോദരനെ പോലെയാണ്, കാരണം പുലിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് എന്ത് കാര്യം, കഴിഞ്ഞു. കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പക്ഷെ ഫ്രണ്ട് പോലെ, ഫ്രണ്ടിനോടുള്ള താല്പര്യം. അപ്പുറത്ത് പോയിട്ട് ബ്രദറാ, നേരിട്ട് മുഖത്ത് നോക്കിയിട്ട് ബ്രദറാണ്, അല്ലെങ്കിൽ നോ പറയാൻ നിങ്ങൾക്ക് സമയം എടുത്താൽ എടുത്തോ, നോ വറീസ്. ഇതുമാണ് ഇത്. ഇങ്ങനെ പറഞ്ഞൊരു അനുമോളെ ഞാൻ എങ്ങനെ, നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ അനുമോളെ ഇരുന്ന് വെളുപ്പിക്കണോ? അല്ലെങ്കിൽ ഇതേപോലെ അനീഷിനെതിരെ ഒരു FIR കിട്ടുമ്പോൾ ചാടിക്കയറി അനീഷിനെതിരെ കയറി അടിക്കണോ? ഞാനൊരു അന്തമല്ല നിങ്ങളെപ്പോലെ, മനസ്സിലാക്ക്. ഞാൻ ആ ഗെയിം ഷോ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്, കണ്ടും അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. സോ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കിത് ഒരു അന്തത്തിനെ പോലെ വന്നിരുന്ന് വൊമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മൗത്ത് പീസ് ആവാനും എനിക്ക് സൗകര്യമില്ല. അപ്പോൾ എന്നെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു അനുമോൾ ഡൈ ഹാർഡ് ഫാൻസിനോടാണ് പറയുന്നത്, വേറെ ആരെങ്കിലും പോയി പിടി. ഓക്കെ, എൻ്റെ അടുത്ത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതേമാതിരിയുള്ള സാധനങ്ങൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തിടും. ലാസ്റ്റ് വീക്കാണ് നിങ്ങൾക്ക് എൻ്റെ പണിയും വരും.